ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ അനസ് അബ്ദുൽ നിസാർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം. യെസ്, ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്തൊരു ഐറ്റമാണ് സാർ SQL പ്രോഗ്രാം ഒന്ന് യൂട്യൂബിൽ കണ്ടന്റ് വീഡിയോ ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുള്ളതാണ്. നമ്മൾ വന്നിരിക്കുകയാണ്. SQL പ്രോഗ്രാംസ് എങ്ങനെ ചെയ്യാം, ഹൗ ടു റൈറ്റ് SQL പ്രോഗ്രാംസ്, എങ്ങനെയാണ് ഏത് സോഫ്റ്റ്വെയറാണ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കും MySQL സർവർ സോഫ്റ്റ്വെയറാണ് SQL പ്രോഗ്രാംസ് എല്ലാം റൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കത് വിൻഡോസിലാണെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഒഫീഷ്യൽ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് തന്നെ, പൈസ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് എടുക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഇതിലോട്ടൊന്നും പോകുന്നില്ല, ഡൗൺലോഡിങ്ങിലോട്ട് കാര്യങ്ങളിലോട്ട് പോകുന്നില്ല. ഞാൻ നമ്മുടെ പ്രോഗ്രാമിലോട്ട് പോവുകയാണ്. അപ്പോൾ MySQL നമ്മുടെ ക്ലയന്റ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ നമ്മൾ ഓപ്പൺ ആക്കി വരുമ്പോൾ എന്താണ് മക്കളെ ആദ്യമായിട്ട് വരുന്നത്? ഇതാണ് കേട്ടോ, ആദ്യമായിട്ട് വരുന്ന വിൻഡോ ഇതാണ്. അതായത് എന്റർ പാസ്വേഡ് അല്ലേ, എന്റർ പാസ്വേഡ് അടിക്കാൻ പറയുകയാണ്. പാസ്വേഡ് ഞാനിപ്പോൾ എൻ്റെ റൂട്ട് പാസ്വേഡ് ഇട്ടേക്കാണ്. ഞാനിപ്പോൾ ഒരു പാസ്വേഡ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചപ്പോൾ നിങ്ങൾക്ക് പലർക്കും സ്കൂളിലൊക്കെ ചിലപ്പോൾ അഡ്മിൻ ആയിരിക്കാം പാസ്വേഡ് വരുന്നത് അല്ലേ. പല സ്കൂളുകളിൽ ചിലപ്പോൾ പല പാസ്വേഡൊക്കെ ആയിരിക്കാം വരുന്നത്. അപ്പം അത് നമ്മുടെ സ്കൂൾ അതോറിറ്റി എടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചറിന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരും. അതിലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ സ്കൂൾ പാസ്വേഡ് അല്ലെങ്കിൽ അവിടുത്തെ പാസ്വേഡ് എന്താണ്, ആ പാസ്വേഡ് എൻ്റർ ചെയ്യുക, ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ MySQL വന്നില്ലെങ്കിൽ അവിടെ ടീച്ചറിന് പറയും ഇത് MySQL വന്നിട്ടില്ല സാറേ എന്ന് പറഞ്ഞേക്കുക. കാരണം പാസ്വേഡ് തെറ്റായിട്ടായിരിക്കും അവിടെ MySQL വരാത്ത കേട്ടോ, SQL ആരോ മാർക്ക് വരാത്തത്. ഓക്കെ, ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടതാണ്. അതായത് ഫസ്റ്റ് പ്രോഗ്രാം സാറ് വായിക്കുകയാണ്. ഫസ്റ്റ് പ്രോഗ്രാം വായിക്കുകയാണ്. ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡന്റ് വിത്ത് ദ ഫോളോയിങ് ഫീൽഡ്സ്, ഇൻസെർട്ട് അറ്റ്ലീസ്റ്റ് 5 റെക്കോർഡ്സ് ഇൻ ടു ദ ടേബിൾ എക്സെപ്റ്റ് ഫോർ ദ കോളം ടോട്ടൽ കോളം ഒഴിച്ച് ബാക്കി എല്ലാ കോളംസും എന്താ മക്കളെ ഇൻസെർട്ട് ചെയ്യുക. എന്നിട്ടാണെങ്കിൽ ടേബിളിൽ ക്രിയേറ്റ് ചെയ്യുക. ആദ്യം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് 5 റെക്കോർഡ്സ് എങ്കിലും ഇതിനകത്തോട്ട് ഇൻസെർട്ട് ചെയ്യുക. എന്നിട്ട് കോളം ടോട്ടൽ മാത്രം എന്താ മക്കളെ അതിനകത്തോട്ട് വാല്യൂ ഇൻസെർട്ട് ചെയ്യേണ്ട കാര്യമില്ല, അവിടെ നൾ വാല്യൂ കൊടുക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. യെസ്, നമുക്ക് കൊടുത്തു നോക്കാം. ആദ്യമായിട്ട് നമുക്ക് എന്തൊക്കെ ഫീൽഡുകളാണ്? റോൾ നമ്പർ ഉണ്ട്, അതിന്റെ ഡേറ്റ ടൈപ്പ് ഇൻഡിജർ കൊടുത്തേപ്പുണ്ട്, പ്രൈമറിക്ക് കൊടുത്തേപ്പുണ്ട്, നെയിം വാർക്കാർ ഓഫ് 25, ബാച്ച് വാർക്കാർ ഓഫ് 15, മാർക്ക് 1 ഇൻഡിജർ, മാർക്ക് 2 ഇൻഡിജർ, മാർക്ക് 3 ഇൻഡിജർ, ടോട്ടൽ ഇൻഡിജർ അല്ലേ. അപ്പൊ അതെല്ലാം അവിടെ കൊടുത്തേപ്പുണ്ടല്ലോ. യെസ്, കൊടുത്തേപ്പുണ്ട്. നമുക്കത് ജസ്റ്റ് എന്താണ് ക്രിയേറ്റ് ചെയ്ത് ഇൻസെർട്ട് ചെയ്താൽ മാത്രം മതി. പിന്നെ എന്റെ സബ് ക്വറീസ് ഇവിടെ പറയുന്നുണ്ട്. സബ് ക്വറീസ് ഇത്രയും ലിസ്റ്റ് ഓഫ് ക്വറീസ് പറയുന്നുണ്ട്. ആ ക്വറീസ് ബേസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലേ. നമുക്ക് പ്രോഗ്രാമിലോട്ട് സാറ് പോവുകയാണ്. കൂടുതൽ ഞാൻ നീട്ടുന്നില്ല, പ്രോഗ്രാമിലോട്ട് പോവുകയാണ്. ആദ്യമായിട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഒരു ഡേറ്റാബേസ് അവിടെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഒരു ഡേറ്റാബേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഹൗ ടു ക്രിയേറ്റ് ഡേറ്റാബേസ്? ക്രിയേറ്റ് ഡേറ്റാബേസ് സ്പെല്ലിംഗ് എല്ലാം കറക്റ്റ് ആയിരിക്കണം കേട്ടോ, ഒരിക്കലും തെറ്റിപ്പോലെ. ക്രിയേറ്റ് ഡേറ്റാബേസ് പേര് എന്താണ്? ഞാൻ എസ് എന്ന് കൊടുക്കുകയാണ്. ഡേറ്റാബേസ് നെയിം എന്താണ്? ഞാൻ എസ് എന്ന് കൊടുക്കണം. S1 എന്ന് കൊടുക്കാം. എനിക്ക് S ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ S1 എന്ന് സാറ് കൊടുത്തു. ദെൻ സെമിക്കോളൻ മസ്റ്റ് ആയിട്ട് കൊടുക്കണം. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പൊ കൊറി ഓക്കെ എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ കൊറി ഓക്കെ ആവത്തുള്ളൂ. അല്ല ഒരിക്കലും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എറേഴ്സ് വന്നാൽ നിങ്ങളുടെ കൊറി എന്താണ് തെറ്റായിട്ടായിരിക്കും, അല്ലെങ്കിൽ സ്പെല്ലിംഗ് എന്തെങ്കിലും തെറ്റായിരിക്കും. ഇപ്പൊ ഓൾറെഡി ആരെങ്കിലും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡേറ്റാബേസ് ആണെങ്കിൽ ഇവിടെ പറയും ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഡേറ്റാബേസ് ആണ് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് മാക്സിമം ഒരു യൂണീക്ക് ആയിട്ടുള്ള ഡേറ്റാബേസ് ഇവിടെ കൊടുക്കാൻ നോക്കുക മാക്സിമം. ഓക്കെ, എന്നിട്ട് നമ്മൾ S1 എന്ന് പറഞ്ഞ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. അതിന് എന്താണ് ഓപ്പൺ ചെയ്യണം അല്ലേ. അപ്പൊ സാർ എന്ത് കൊടുത്തു? യൂസ് S1 എന്ന് കൊടുത്തപ്പോൾ ഡേറ്റാബേസ് ഓപ്പൺ ആയി അല്ലേ. ഡേറ്റാബേസ് ഓപ്പൺ ആയി. ക്ലിയർ? യെസ്. എന്നിട്ട് മക്കളെ നോക്കാം. നമുക്ക് ആ ഡേറ്റാബേസ് ഓപ്പൺ ആക്കി വെച്ചേക്കാണ്. ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ക്രിയേറ്റ് ടേബിളിന്റെ പേര് എന്താണ് മക്കളെ? സ്റ്റുഡന്റ് അല്ലേ. ടേബിളിന്റെ പേര് സ്റ്റുഡന്റ് എന്നാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസ് പിന്നെ ചെയ്യാം കേട്ടോ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് ഫീൽഡ് എന്താ മക്കളെ? റോൾ നമ്പർ ആണല്ലേ. റോൾ നമ്പർ എന്ന് പഠിക്കുമ്പോൾ റോൾ നമ്പർ എന്ന് എഴുതുമ്പോൾ ഒരിക്കലും റോള് സ്പേസ് നമ്പർ എന്ന് ഇടല്, റോള് അണ്ടർസ്കോർ നമ്പർ എന്നോ അല്ലെങ്കിൽ റോൾ നമ്പർ അടുപ്പിച്ച് എഴുതട്ടോ. ഒരിക്കലും സ്പേസ്, നമ്മുടെ വേരിയബിൾസിന്റെ റൂൾസ് ഇല്ലയോ, ഐഡന്റിഫൈന്റെ റൂൾസ്, ആ റൂൾസ് പ്രകാരമേ നമ്മളിവിടെ പേര് കൊടുക്കുക, കോളത്തിന്റെ പേര് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ തെറ്റിപ്പോകും കേട്ടോ. അപ്പൊ റോള് അണ്ടർസ്കോർ നമ്പർ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, അടുത്ത ഫീൽഡ് എന്താ മക്കളെ? അതിന്റെ ഡേറ്റ ടൈപ്പ് എന്താണ്? ഇൻഡിജർ അല്ലെങ്കിൽ ഇന്റ് എന്ന് കൊടുക്കാം. നെക്സ്റ്റ് എന്താണ്? പ്രൈമറി കീ.
പ്രൈമറി കീ, കുഴപ്പമില്ലല്ലോ. കോമ കോമ അടുത്ത നമുക്ക് ക്യാപിറ്റൽ സ്മോൾ എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ, കേസ് സെൻസിറ്റീവ് ഒന്നും ഇവിടെ ഇല്ല. ദെൻ അടുത്ത എന്താ നമുക്ക് സ്റ്റുഡന്റ് നെയിം, അടുത്ത സ്റ്റുഡന്റ് നെയിം അല്ലടാ, അഥവാ നെയിം അല്ലേ, നെയിം വാർക്കാർ ഓഫ് ഞാൻ എന്താ 20 കൊടുക്കും കേട്ടോ. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എത്ര സൈസ് 25 ആണല്ലേ, 25 കൊടുത്തു. ക്വസ്റ്റ്യനിൽ പറയുന്നത് അത് തന്നെ കൊടുക്കുക കേട്ടോ. ദെൻ കോമ അവിടെ നമുക്ക് എന്താണ് കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞേ പോയില്ലല്ലോ. ദെൻ അടുത്ത ബാച്ച് ആണല്ലോ, ബാച്ച് വാർക്കാർ ഓഫ് 15 അല്ലേ, വാർക്കാർ ഓഫ് 15 കോമ മാർക്ക് 1 ഇന്റ്, ഓക്കെ. മാർക്ക് 2 ഇന്റ്, മാർക്ക് 3 ഇന്റ്, ഓക്കെ. ദെൻ ടോട്ടൽ ഇന്റ്, ഓക്കെ. ടോട്ടൽ ഇന്റ് അല്ലെ, ടോട്ടൽ ഇന്റ് കൊടുത്തേക്കുണ്ടല്ലോ, യെസ് ടോട്ടൽ ഇന്റ്, ഓക്കെ. ടോട്ടൽ ഇന്റ് അല്ലെ, ടോട്ടൽ ഇന്റ് വരെ കൊടുത്തേക്കുവാണ് അല്ലെ, യെസ് ടോട്ടൽ ഇന്റ് വരെ കൊടുത്തേക്കുവാണ്. ദെൻ സെമികോളം കൊടുത്തു, കുഴപ്പമില്ലല്ലോ, യെസ് സെമികോളം കൊടുത്തു. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യാം, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ, യെസ് നമുക്ക് എൻ്റർ കീ പ്രസ് ചെയ്യാലോ. എന്തെങ്കിലും എറേസ് ഉണ്ടെങ്കിൽ അപ്പോൾ വരും കേട്ടോ. കൊറി ഓക്കെ ആയിട്ടുണ്ട് അല്ലേ, കൊറി ഓക്കെ ആയിട്ടുണ്ട്. ദെൻ ഇനി അടുത്ത് എന്താ മക്കളെ, കൊറി ഓക്കെ എന്ന് പറഞ്ഞ മെസ്സേജ് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഓക്കെ. ഇനി അടുത്ത് നോക്കാം. ഇനി അടുത്ത പറയുകയാണ് നമുക്ക് ഇൻസെർട്ട് ചെയ്യണം അല്ലേ. ഇൻസെർട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യടാ, നമുക്കൊന്നും വേണ്ട, ഇൻസെർട്ട് ഇൻറ്റു നമ്മുടെ കമന്റ് മാത്രം പോരടാ, യെസ് ഇൻസാണ്. ഞാൻ ഒരു 2 ഫീൽഡ് കേട്ടോ, ഒരു 3 ഫീൽഡ് ഇൻസെർട്ട്, 5 റെക്കോർഡ്സ് ഞാൻ ഇൻസെർട്ട് ചെയ്യുന്നില്ല, ഞാൻ 2 ഫീൽഡ് ഒരു 3 ഫീൽഡ് ഇൻസെർട്ട് ചെയ്യുകയാണ്. ഇൻസെർട്ട് ഇൻറ്റു സ്റ്റുഡന്റ് വാല്യൂസ്, ടേബിളിന്റെ പേര് സ്റ്റുഡന്റ് എന്നാണ്, വാല്യൂസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, സെമികോളൻ സാറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് അടുത്ത് വെക്കാം. ഞാൻ ഫസ്റ്റ് എന്താണ് 1 കൊടുത്തു. റോൾ നമ്പർ ഇല്ലേ, ഫസ്റ്റ് റോൾ നമ്പർ ഇല്ലേ, നമ്മൾ റോൾ നമ്പർ എന്ന് പറയുന്നത് ഇൻഡിജർ ആണ്, അവിടെ സിംഗിൾ കോട്ട്സോ ഡബിൾ കോട്ട്സോ കൊടുക്കേണ്ട കാര്യമില്ല, ഓക്കെ. നെക്സ്റ്റ് അടുത്തത് എന്താ നമ്മൾ അടുത്ത നെയിം അല്ലേ, ഇവിടെ അടുത്ത കോളം കിടക്കുന്നത് നെയിം അല്ലേ, യെസ് നെയിം ആണ്. നെയിം ആകുമ്പോൾ എന്താണ് അത് സ്ട്രിങ് ആണല്ലേ, സ്ട്രിങ് ആകുമ്പോൾ സിംഗിൾ കോട്ട്സിൽ കൊടുക്കുക, സ്ട്രിങ് ആകുമ്പോൾ സിംഗിൾ കോട്ട്സിൽ കൊടുക്കുക. ഞാൻ എന്താണ് അനിൽ എന്ന് കൊടുത്തു, അനിൽ എന്ന് കൊടുത്തേ, യെസ് കോമ. നെക്സ്റ്റ് അടുത്ത് നോക്കാം. നെക്സ്റ്റ് അടുത്ത് പറയുകയാണ് അടുത്തത് ബാച്ച് അല്ലേ, ബാച്ച് ആകുമ്പോഴും അതും എന്താണ് വാർക്കാർ അല്ലേ, നമുക്ക് വാർക്കാർ ആണെങ്കിൽ സിംഗിൾ കോട്ട്സ് കൊടുക്കും കേട്ടോ, വാർക്കാർ ആണെങ്കിൽ സിംഗിൾ കോട്ട്സ് കൊടുക്കും. സയൻസ് കൊടുത്തു, കോമ. മാർക്ക് 1 ആണെങ്കിൽ ഞാൻ എന്താണ് 45 കൊടുത്തു. മാർക്ക് 2 ആണെങ്കിൽ 78 കൊടുത്തു. മാർക്ക് 3 ആണെങ്കിൽ നമ്മളെ 89 കൊടുത്തു, കുഴപ്പമില്ലല്ലോ, കോമ. നെക്സ്റ്റ് ടോട്ടൽ, നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ടോട്ടൽ കോളം മാത്രം എന്താണ് ഫില്ല് ചെയ്യണ്ട എന്ന് പറഞ്ഞപ്പോൾ ഉണ്ട് അല്ലേ, ബാക്കിയെല്ലാം ഫില്ല് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഉണ്ട്, ടോട്ടൽ കോളം മാത്രം ഫില്ല് ചെയ്യണ്ട എന്ന് പറഞ്ഞപ്പോൾ ഉണ്ട്. അപ്പൊ അത് ഫില്ല് ചെയ്യേണ്ട കാര്യമുണ്ടോ, ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അവിടെ എന്ത് കൊടുക്കണം, അവിടെ എന്ത് കൊടുക്കണം, നമ്മുടെ ഈ ടോട്ടൽ കോളത്തിനകത്ത് നമ്മുടെ ഈ പറഞ്ഞ വാല്യൂവിന് പകരം എന്ത് കൊടുക്കണം, അവിടെ നള്ള് കൊടുക്കണം അല്ലേ, നള്ള് കൊടുക്കാം, ഓക്കെ. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക, കൊറി ഓക്കെ. ഇനി വീണ്ടും മക്കളെ ഇനി ഇൻസെർട്ട് ഇൻറ്റു എന്ന് പറഞ്ഞ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇൻസെർട്ട് ഇൻറ്റു എന്ന് പറഞ്ഞ് വീണ്ടും ടൈപ്പ് ചെയ്യേണ്ട കാര്യം അവിടെ ഇല്ല കേട്ടോ. നിങ്ങൾ എന്താണ് നമ്മുടെ ഈ പറഞ്ഞ 4 കീസ് ഉണ്ട്, 4 ആരോ കീസ് ഉണ്ട്, അല്ലെങ്കിൽ മുകളിലോട്ടുള്ള ആരോ കീ ഉണ്ടല്ലോ മക്കളെ, ആ മുകളിലോട്ടുള്ള ആരോ കീയിൽ പ്രസ് ചെയ്യുക. അപ്പോൾ വീണ്ടും നമ്മൾ നേരത്തെ അടിച്ച കമാൻഡ് വീണ്ടും വരും കേട്ടോ, യെസ്. അപ്പം ഇൻസെർട്ട് ഇൻറ്റു ഇവിടെ സ്റ്റുഡന്റ് വാല്യൂസ് എന്നാണ്, ജസ്റ്റ് എന്നാണ് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ 2 കൊടുത്തു സാറ്, 2 കൊടുത്തു. വേറെ പേരെന്താ മക്കളെ, ഞാൻ കൊടുത്തടാ, എന്താണ് അനില, വേറെ പേരെന്താ ഇവിടെ, ഓക്കെ. ഗേൾസിന്റെ പേരെല്ലാം പറയാ, സഫ്ന, ഓക്കെ. നെക്സ്റ്റ് കൊമേഴ്സ് കൊടുക്കുക അല്ലെ, കൊമേഴ്സ് സാറ് കൊടുക്കുകയാണ്, ബാച്ച് കൊമേഴ്സ് കൊടുത്തു. മാർക്ക് 1 ഞാൻ 78 കൊടുത്തു. മാർക്ക് 2 ആണെങ്കിൽ 90 കൊടുത്തില്ലേ, 90 കൊടുത്തു സാറ്. മാർക്ക് 3 ആണെങ്കിൽ 54 കൊടുത്തു, ഓക്കെ. എൻ്റർ കീ പ്രസ് ചെയ്തു, കൊറി ഓക്കെ ആണല്ലേ. ഇപ്പൊ വീണ്ടും നമ്മുടെ മുകളിലോട്ടുള്ള ആരോ മാർക്ക് കീ പ്രസ് ചെയ്യുക. അപ്പോൾ വീണ്ടും എന്താണ് ഇതേപോലെ വരും അല്ലേ.
ദെൻ ഇൻസെർട്ട് ഇൻറ്റു സ്റ്റുഡൻറ്റ് വാല്യൂസ് 3 കൊടുത്തു. റോൾ നമ്പർ, പേര് ഞാൻ എന്തുവാണത്, സയാൻ. ഓക്കെ, ദെൻ ഹ്യൂമാനിറ്റീസ് കൊടുക്കണം അല്ലെ, ഹ്യൂമാനിറ്റീസ് കൊടുക്കുകയാണ്. ഞാൻ എന്താണ് മാർക്ക് 34 കൊടുത്തു. ഫസ്റ്റ് മാർക്ക് 1 34 കൊടുത്തു. മാർക്ക് 2 നമ്മൾ 65 കൊടുത്തു. മാർക്ക് 3 എന്ത് കൊടുത്തു മകളെ, 58 കൊടുത്തു. ഓക്കെ, യെസ്. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്തു. വീണ്ടും എന്താ മക്കളെ, ആരോ മാർക്ക് പ്രസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കാം. ആരോ മാർക്ക് പ്രസ് ചെയ്തല്ലോ. യെസ്, പ്രസ് ചെയ്തു. എന്നിട്ട് നോക്കാടാ, ഞാൻ എന്താണ് 3 മാറ്റി 4 ആക്കുവാട്ടോ. 3 മാറ്റി 4 ആക്കുവാണ്. 4 എന്താ പറയാ, സിംഗിൾ കോഡ്സ് കൊടുക്കാം. അപർണന്ന് കൊടുക്കും കേട്ടോ. സയൻസ് കൊടുത്തു. സയൻസ് അല്ലേ, സ്പെല്ലിങ് കറക്റ്റാണ്. കാരണം എന്തായാലും നമുക്ക് കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ അവിടെ സ്പെല്ലിങ് കറക്റ്റ് ആയില്ലെങ്കിൽ അവിടെ ഡിസ്പ്ലേ ആകത്തില്ല കേട്ടോ. സയൻസ് സ്പെല്ലിങ് കറക്റ്റ് അല്ലേ, SISCIENC. ഓക്കെ, നെക്സ്റ്റ് എടുത്ത് നോക്കാം. 89 കൊടുത്തു. 45 കൊടുത്തു. 80 കൊടുത്തു. ക്ലിയർ? യെസ്. ഞാനൊരു 4 ഫീൽഡായില്ലേ, പറഞ്ഞ പോലെ 4 ഫീൽഡായില്ലേ. ഇനി ഒരു ഫീൽഡിലൂടെ ഇൻസെർട്ട് ചെയ്യാം. 5 റെക്കോർഡ്സിൽ ഇൻസെർട്ട് ചെയ്യാം. 5 റെക്കോർഡ്സ് തന്നെ 5 റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ 5 റോസ് കേട്ടോ. അപ്പം ഞാനിപ്പം 5ാമത്തെ റോ ആണ്. അപ്പം 5 കൊടുത്തു. ഞാൻ എന്ത് കൊടുക്കുകയാണ്, എന്തുവാടേ പേരെന്തുവാടേ, ഒരു പേരൊക്കെ എന്താണ്, പൂർണിമ അല്ലേ, നല്ല പേരാണ് പൂർണിമ. യെസ്, കൊമേഴ്സ് കൊടുക്കുക. കൊമേഴ്സ് കൊടുത്തു. 67 കൊടുത്തു. മാർക്ക് 1. 50 കൊടുത്തു. 95 കൊടുത്തു. ക്ലിയർ? അപ്പൊ 5 റോസ് കൊടുത്തല്ലോ നമുക്ക്, 5 റോസ് കൊടുത്തല്ലോ, 5 റോസ് കൊടുത്തില്ലേ, 5 റോസ് കൊടുത്തേപ്പോ ഉണ്ടല്ലോ. യെസ്. ഇനി അടുത്ത നമുക്ക് എന്താണ് വേണ്ടത്, അടുത്ത അവിടെ നള്ളം കൊടുത്തേപ്പോ ഉണ്ടല്ലോ. അടുത്ത കൊറി, ഫസ്റ്റ് കൊറി സാറ് പറയുവാണ്. ഫസ്റ്റ് കൊറി. ഓക്കെ, നമുക്ക് ഈ ടേബിൾ നമുക്ക് ഫുൾ ഒന്ന് കണ്ടാലോ, നമ്മൾ ഇൻസെർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടേബിൾ ഫുൾ ഒന്ന് കണ്ടാലോ. എങ്ങനെ കാണാം നമുക്ക്? സെലക്ട് സ്റ്റാർ അല്ലേ, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് അല്ലേ. ഇവിടെ സ്റ്റാർ എവിടെ, കീബോർഡിനകത്ത്. ഓക്കെ, സ്റ്റാർ ആണ് ഇവിടെ, 8ന്റെ ഇവിടെ കിടപ്പുണ്ടല്ലേ. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ്. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് അല്ലേ. യെസ്, കണ്ടോ നമ്മുടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടേബിൾ ഫുള്ളായിട്ട് വന്ന കണ്ടോ. യെസ്. അപ്പൊ ഇത് നമ്മൾ കൊറീസിലുള്ള നമ്മൾ ക്വസ്റ്റ്യനായിട്ടുള്ള ജസ്റ്റ് ഒന്ന് കണ്ടെന്നേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങളുടെ എക്സാം നടത്തുന്ന ആൾ വന്നിട്ട് ടീച്ചർ വന്നിട്ട് ചോദിക്കും, ഈ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻസെർട്ട് ചെയ്ത ടേബിൾ ഫുൾ ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചാൽ അവിടെ പറയേണ്ടേ മക്കളെ എന്ത്, ഈ പറഞ്ഞുള്ള സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ഇങ്ങനെ പറയുവാണ് മക്കളെ, ഇങ്ങനെ പറയുവാണ്. എന്താണ് നിങ്ങളുടെ പറയുവാണ്, സ്ട്രക്ചർ കാണിക്കുകയാണ്. നിങ്ങളുടെ ടേബിളിന്റെ സ്ട്രക്ചർ കാണിക്കാൻ പറയുകയാണെങ്കിൽ അവിടെ എന്താണ്, ഇത് ഈ കമാൻഡ് അല്ല, സ്ട്രക്ചർ കാണിക്കാൻ പറയുകയാണെങ്കിൽ അവിടെ DESC അപ്പൊ ഡിസ്ക്രൈബ് എന്ന് വിളിക്കാം. DESC ടേബിൾ നെയിം നോക്കുക, സ്റ്റുഡന്റ് എന്നിടാം, സ്റ്റുഡന്റ് സെമികോളൻ. ഇതാണ് സ്ട്രക്ചർ ഇതാണ്. ദെൻ ടേബിൾ വേറെ കേട്ടോ, ടേബിൾ ഫുള്ളായിട്ടുള്ള മക്കളെ വേറെയാണ്. അപ്പൊ ടേബിൾ ഫുള്ളായിട്ട് കാണുന്നത് എന്താണ്, സെലക്ട് സ്റ്റാർ ഫ്രം ആ ടേബിൾ നെയിം കൊടുക്കുക. ദെൻ സ്ട്രക്ചർ കാണുന്നത് എന്താ മക്കളെ, DESC സ്റ്റുഡന്റ് കൊടുക്കുക. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഡേറ്റ ടൈപ്പ്, അതിന്റെ ദെൻ കോളൻ നെയിം, ഡേറ്റ ടൈപ്പ്, അതിന്റെ കൺസ്ട്രെയിൻസ് കാര്യങ്ങളെല്ലാം പറയുന്നതാണ് സ്ട്രക്ചർ കേട്ടോ. അപ്പൊ സ്ട്രക്ചർ കാണുന്നത് വേറെ കൊറിയാണ്, രണ്ട് കൊറീസ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോവുകയാണ് സാറ്. ക്വസ്റ്റ്യൻസിലോട്ട് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുകയാണ് ഇല്ലേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ സാറ് പറയുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, update column total with sum of mark 1, mark 2, mark 3. നമ്മുടെ ഈ പറഞ്ഞ കോളം ടോട്ടലിന് എന്താണ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യുക. കോളം ടോട്ടൽ ഇവിടെ നൾ വാല്യൂ അല്ലേ നമുക്ക് ഇട്ടേക്കുന്നത്, അപ്പൊ ഇവിടെ നമ്മുടെ കോളം ടോട്ടൽ മാത്രം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. എന്തിന്റെയൊക്കെ സമ്മായിട്ട്, മാർക്ക് 1ന്റെയും മാർക്ക് 2ന്റെയും മാർക്ക് 3യുടെ
സെറ്റ് ചെയ്ത്. കാരണം ഇതിന്റെ 3 മാർക്ക് കൂട്ടുന്നതല്ലേ നമുക്ക് ടോട്ടൽ എന്ന് പറഞ്ഞാല്, നമുക്ക് കൂട്ടിയേണ്ട കാര്യമില്ല, ഡേറ്റാബേസ് അത് ചെയ്തോളും. അപ്പൊ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്ഡേറ്റ് ഇതൊക്കെ നമ്മുടെ തിയറി പഠിക്കുന്നുണ്ട്, അത് അല്ല തിയറി എക്സാമിന് ആവശ്യമുള്ളതാണ്. അപ്ഡേറ്റ് ടേബിൾ നെയിം എന്താണ് മക്കളെ? സ്റ്റുഡന്റ് എന്നാണ് അല്ലേ? സ്റ്റുഡന്റ് എന്നാണ് കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് കേട്ടോ, ബ്ലാക്ക് ആയതുകൊണ്ട് ഫുള്ള് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് സ്റ്റുഡന്റ്. ടേബിൾ നെയിം എന്താണ് മക്കളെ? ടേബിൾ നെയിം കൊടുത്തു അപ്ഡേറ്റ് സ്റ്റുഡന്റ്. സെറ്റ് കോളൻ നെയിം എന്താടാ? കോളൻ നെയിം ടോട്ടൽ ഇസ് ഈക്വൽ ടു മാർക്ക് 1 പ്ലസ് മാർക്ക് 2 പ്ലസ് മാർക്ക് 3 സെമിക്കോളൻ. യെസ്, അപ്ഡേറ്റ് ആയല്ലോ. ഓക്കെ, ദെൻ സെമിക്കോളൻ കൊടുത്തു സാറ്, എൻ്റർ കീ പ്രസ് ചെയ്തു. എങ്കിൽ നമുക്ക് ടേബിൾ ഫുള്ളായിട്ട് ഒന്നുകൂടെ കണ്ടുകൂടെ? ഇപ്പൊ ടേബിൾ ഫുള്ളൂടെ ഒന്നുകൂടെ കാണാൻ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് എന്ന് വന്നു. അപ്പൊ നമ്മൾ ആ മോളത്തെ ആരോ മാർക്ക് കീ പ്രസ് ചെയ്ത് എന്തായിരിക്കും, നമ്മൾ നേരത്തെ പ്രീവിയസ്ലി ടൈപ്പ് ചെയ്ത എല്ലാ ക്വറീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടെ. ജസ്റ്റ് ആരോ മാർക്ക് പ്രസ് ചെയ്ത് നോക്കിയാൽ കേട്ടോ, മുകളിലത്തെ ആരോ മാർക്ക് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് കൊടുക്കുകയാണ്. അപ്പൊ ടോട്ടൽ ആണ് ഇവിടെ, ടോട്ടൽ കോൾ അപ്ഡേറ്റ് ആണ് നമുക്ക് 212, 222, 157 ടോട്ടൽ ഫുൾ അപ്ഡേറ്റ് ആയി അല്ലേ? യെസ്, അപ്ഡേറ്റ് ആയി. നെക്സ്റ്റ് അടുത്ത കുറി നോക്കാം. ലിസ്റ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ കൊമേഴ്സ് ബാച്ച്. കൊമേഴ്സ് ബാച്ചിലുള്ള ഡീറ്റെയിൽസ് മാത്രം ഡിസ്പ്ലേ ചെയ്യുക. അപ്പൊ എന്താണ്? സെലക്ട് എല്ലാ ഡീറ്റെയിൽസ്, സെലക്ട് സ്റ്റാർ ഫ്രം അല്ലേ? സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് വേർ നമ്മുടെ ഈ പറഞ്ഞ ബാച്ച് ഇസിക്കൽ ടു ബാച്ച് എന്ന് പറഞ്ഞ കോളത്തിന്റെ പേരില്ലേ? അപ്പൊ ബാച്ച് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാണ്, ബാച്ച് ഇസിക്കൽ ടു. ഒരിക്കലും തെറ്റല്ല കേട്ടോ, ഒരിക്കലും ചുമ്മാതെ ഇടല്ല. ആ കോളത്തിന്റെ പേര് എന്ത് നിങ്ങൾ കൊടുത്തോ അത് മാത്രമേ കൊടുക്കണം. ബാച്ച് ഇസിക്കൽ ടു കൊമേഴ്സ്. ഇപ്പൊ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്, കാണിച്ചു തരാം. ഓക്കെ, ഓക്കെ, റെഡി ആയിട്ടുണ്ട്. അടുത്ത വെർഷൻസിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പൊ കൊമേഴ്സ് ബാച്ചിലുള്ള ഡീറ്റെയിൽസ് എല്ലാം ഡിസ്പ്ലേ ആണ്. സഫ്നെയും പൂർണ്ണിമയും എന്താ കൊമേഴ്സ് ബാച്ചിലുള്ള അല്ലയോ? യെസ്, അതുകൊണ്ട് ഡിസ്പ്ലേ ആയിട്ട് വന്നു, കുഴപ്പമില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്പ്ലേ ദി നെയിം ആൻഡ് ടോട്ടൽ മാർക്ക് ഓഫ് സ്റ്റുഡൻസ് ഹു ആർ ഫെയിൽഡ്. അഥവാ ടോട്ടൽ ലെസ് ദാൻ 90 ആണ് ഫെയിൽഡ് കേട്ടോ. അപ്പൊ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ മാത്രം നെയിമും ടോട്ടലും ഡിസ്പ്ലേ ചെയ്യാം. അപ്പൊ സെലക്ട് നെയിം ടോട്ടൽ. ഈ കോളത്തിന്റെ പേരിട്ടില്ല, ടോട്ടൽ ഫ്രം സ്റ്റുഡന്റ് വെയർ കണ്ടീഷൻസും അപ്ഡേറ്റും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. വെയർ എന്തൊക്കെ? ടോട്ടൽ ലെസ് ദാൻ 90. അതിനകത്തൊന്നുമില്ല. ടോട്ടൽ ലെസ് ദാൻ 90 മാർക്ക് പറഞ്ഞ ആൾക്കാർ ആരും ഇല്ല കേട്ടോ. ബാക്കി എല്ലാവരും നല്ല ബ്രില്യൻ്റ് ആണ്, അതുകൊണ്ട് ആരും ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ MD സെറ്റ്. കാരണം ഒന്നുമില്ല ഡേറ്റ. ടോട്ടലിന്റെ വാല്യൂസ് എല്ലാം 212, 222 ഉള്ളല്ല. 90 കുറഞ്ഞ ആരും ഇല്ലല്ലോ. ടോട്ടൽ തോറ്റ ആരും ഇല്ലല്ലോ മക്കളെ, ആരും ഇല്ല. അതുകൊണ്ടാണ് മക്കളത് അവിടെ എന്ത് വന്നു? MD സെറ്റ് വന്നു കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഡിസ്പ്ലേ ആയിട്ട് വരും കേട്ടോ. യെസ്, നെക്സ്റ്റ് എടുക്കുക. ഡിസ്പ്ലേ ദി നെയിം ഓഫ് സ്റ്റുഡൻസ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ ആൻഡ് ഇൻ ബാച്ച് ബേസ്ഡ് ആയിട്ടാണെങ്കിൽ അതിനെ ആൽഫബറ്റിക്കൽ ഓർഡർ ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ, എങ്ങനെ ചെയ്യാം മക്കളെ? എങ്ങനെ നമുക്ക് എന്താണ് അവിടെ ഓർഡർ ബൈ എന്നാണ്, ഗ്രൂപ്പ് ബൈ അല്ലേ? നമുക്ക് ഓർഡർ ബൈ ആണ്, ഓർഡർ ബൈ ആയിരിക്കും ക്ലോസ് വരുന്നില്ലേ? ഓർഡർ ബൈ ആയിരിക്കും നമുക്ക് അവിടെ വരുന്നില്ലേ? ഓർഡർ ബൈ ബാച്ചും സ്റ്റുഡന്റ് നെയിം അല്ലേ? അപ്പൊ എങ്ങനെ ചെയ്യടാ? സെലക്ട് നമുക്ക് ഏതൊക്കെയാ മക്കളെ? നെയിമും പിന്നെന്താ മക്കളെ? നെയിമും ബാച്ചും അല്ലേ? ബാച്ച് ഫ്രം സ്റ്റുഡന്റ് ഓർഡർ ബൈ എന്നാണ്. ഓർഡർ ബൈ ബാച്ച് കോമ ഏതാ മക്കളെ? നെയിമോ ഇല്ലടാ, നെയിം ബേസ്ഡ് അല്ലേ? യെസ്. അപ്പൊ പൂർണിമ, സഫ്ന, സഫിയ എന്നാണ് ഈ പറഞ്ഞുള്ള എന്താണ് മക്കളെ? ആ ഒരു ഓർഡർ എന്നാണ്. ഈ ബാച്ച് ബേസ്ഡ് ആയിട്ടാണെങ്കിൽ മക്കളെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അല്ലേ?
ക്യാച്ച് ബേസ്ഡ് ആയിട്ട്, ബാച്ച് ബേസ്ഡ് ആയിട്ട്, നെയിം ബേസ്ഡ് ആയിട്ടാണെങ്കിൽ അവിടെ ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ടല്ലോ. യെസ്, അപ്പൊ ഇതായിരുന്നു നമ്മുടെ കൊറീസ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഇത്രയാണ് നമ്മുടെ കൊറീസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മുടെ ആക്റ്റീവ് ആയിട്ട് ചെയ്യിച്ചിട്ടുണ്ട്. അവിടെ പോയി ജോയിൻ ചെയ്ത് അത് കാണുക. ഓക്കെ, അപ്പൊ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ഓക്കെ, മാക്സിമം ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ കണ്ടു പഠിക്കാനുള്ള ഐറ്റം അല്ല, ഷോ ഓഫ് അല്ല, നിങ്ങൾ ചെയ്ത് പഠിക്കാനുള്ള ഐറ്റമാണ്. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ.